പ്രധാനപ്പെട്ട NMR റസാഖ് റെപ്രസെന്റ് ചെയ്യുന്ന സമുദായം തന്നെയാണ്. 37,000 വോട്ടുകളാണ് അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം വിഭാഗത്തിനുള്ളത്. അത് ശരി, മാപ്പുകൾ മതം തിരിച്ചുള്ള കണക്കല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? വളരെ ക്രൂഷ്യലാണ്. അവിടെ ഒരു വിഭജനം ഉണ്ടായാൽ അതിന്റെ ഗുണം കിട്ടുക. നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ ബിജെപി സ്ഥാനാർത്ഥി. പക്ഷേ അങ്ങനെ വിഭജനം ഉണ്ടാവും. വി.ഡി. സതീശൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ തന്നെ വി.ഡി. സതീശൻ ആഹ്വാനം ചെയ്യുന്നത് എന്താണ്? പാലക്കാട് വോട്ടുകൾ പോയാൽ അവിടെ ബിജെപി ജയിക്കും. അതുകൊണ്ട് പോലും ഒരു സംഘപരിവാർ പശ്ചാത്തലമുള്ള നേതാവ് അവിടെ MLA ആയി വരാതിരിക്കാൻ നിങ്ങൾ NMR വോട്ട് കൊടുക്കേണ്ടത് രമേശ് പിഷാരടിക്കാണ് എന്ന് ഇൻഡയറക്റ്റ് ആയ ഒരു ആഹ്വാനം കൂടിയായിരുന്നു ആ വിവാദത്തോട് ലക്ഷ്യമിട്ടത്. രാഹുൽ ഗാന്ധി ഒരു ഏറ്റുപിടിച്ചല്ലോ, ഖർഗെ അവരെ പ്രസംഗിച്ചല്ലോ. അതായത് BJP ജയിക്കാതിരിക്കാൻ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടണം എന്ന ആഹ്വാനമാണ് സതീശൻ നടത്തിയത് എന്നതിൽ മാപ്പുകൾക്ക് സംശയമില്ല. എന്നിട്ട് ഇവർ അതിൻ്റെ പേരിൽ സതീശനെ വിമർശിക്കാൻ തയ്യാറുണ്ടോ? അതുമില്ല. മാത്രമല്ല മുസ്ലിം വോട്ടുകൾ വിഘടിച്ചു പോകരുതെന്ന് ഇവരും ആഗ്രഹിക്കുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ ഒരു വസ്തുത വിളിച്ചു പറഞ്ഞപ്പോൾ വാളെടുത്ത കൂട്ടരാണ്. എത്ര വലിയ ഇട്ടത്താപ്പാണല്ലേ. കാര്യം പറയാനുള്ളത് 2021 ഈ മത്സരം നടക്കുന്ന സമയത്ത് ഷാഫി പറമ്പിൽ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യമായി വന്നത് ശ്രീധരനെ പരാജയപ്പെടുത്തുന്നത് ഈ പറയുന്ന ബ്ലോക്ക് ആയിട്ടുള്ള മുസ്ലിം വോട്ട് വന്നുകൊണ്ട് തന്നെയാണ്. പിന്നീട് അവർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കൊക്കെ അറിയാമല്ലോ, PV അൻവർ വലിയൊരു ഭീഷണി ഉയർത്തിയിരുന്നു. എന്തായാലും ഭീഷണി എന്ന് പറയുന്നത് ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും അല്ലെങ്കിൽ എന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നതാണ്. അത് പാച്ചപ്പ് ചെയ്യാൻ UDF വലിയ ബുദ്ധിമുട്ട്. കാരണം എന്താണ്, PV അൻവറിനെ പോലെ ഒരാൾ മത്സരിച്ചാൽ നിശ്ചയമായിട്ടും അവിടെ ഈ ഷാഫി പറമ്പിലൊക്കെ എത്ര ശ്രമിച്ചാലും അവിടെ ഒരു ഇൻട്രോഡ് ഉണ്ടാക്കാനായിട്ട്, ഒരു വിള്ളൽ ഉണ്ടാക്കാനായിട്ട് PV അൻവറിന് കഴിയും. അങ്ങനെ കഴിയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തോറ്റുപോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അത്രയും നിർണായകമായിട്ടുള്ള ഒരു വോട്ടാണ് അവിടെ ഈ പറയുന്ന മുസ്ലിം വോട്ട് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന രൂപയെ ആ വോട്ട് ബാങ്കിൽ NMR റസാഖ് വരുന്ന ഒരു വിള്ളൽ ഉണ്ടാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മതയോട് കൂടി ആണ് മുസ്ലിം സമുദായം പാലക്കാട് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അത് ഗുണകരമാകുക BJPക്കാണ് എന്നറിയാം. കണ്ടല്ലോ, വർഗീയമായി ചിന്തിച്ച് ന്യൂനപക്ഷങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയാൽ അത് സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന കാര്യം എന്നാണ് മാപ്രയുടെ വിലയിരുത്തൽ. ഇത്തവണ പാലക്കാട് മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാവില്ല എന്ന പ്രത്യാശയും ഇവർ പങ്കുവയ്ക്കുന്നു. ശോഭ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പക്വതയോട് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണെങ്കിൽ കൂടി ശോഭ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്നു. ശോഭ വളരെ ശോഭയോടുകൂടി തന്നെ അവിടെ പെരുമാറുന്നൊക്കെയുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഫൈറ്റ് ഈസ് ബിറ്റ്വീൻ UDF ആൻഡ് NDA എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മത്സര ചിത്രത്തിൽ NMR റസാഖ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. A few moments later. നോക്കൂ, ഒരു ത്രികോണ മത്സരം നേരത്തെ അനൂപ് പറഞ്ഞ കണക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ത്രികോണ മത്സരം അവിടെ നടക്കുന്നുണ്ട്. ആ ത്രികോണ മത്സരത്തിൽ ഒരു സ്പോയിലർ ആകുമോ NMR റസാഖ് എന്ന് മാത്രമാണ് ഞാൻ. NMR റസാഖിലേക്ക് ഇപ്പോൾ പിരായിരി പഞ്ചായത്തിലെയും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് തന്നെ UDF-നൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പോവുകയാണെങ്കിൽ അത് എവിടെ കൊണ്ട് UDF കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് എന്റെ അടുത്ത ചോദ്യം. ഇപ്പോൾ രമേശ് പിഷാരടി അദ്ദേഹത്തിന്റെ കുഴൽമന്ദംകാരനാണെന്ന് പറയുന്നു. അദ്ദേഹം ഒരു മുന്നോക്ക സമുദായ അംഗമാണ്. അദ്ദേഹം അത് ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും ആ പേരിൽ തന്നെ ഉണ്ട്, ആ വാലിൽ തന്നെ അതുണ്ട്. അപ്പോൾ ശോഭയിലേക്ക് പോകുന്ന കൽപ്പാത്തി, നൂറണി പ്രദേശങ്ങളിലെ ഈ വിഭാഗത്തിൽപ്പെടുന്ന മുന്നോക്ക വോട്ടുകളിൽ ഒരു ചെറിയ വിഹിതമെങ്കിലും പിടിച്ചുകൊണ്ട് തന്റെ വോട്ട് നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ രമേശ് പിഷാരടി കഴിയുമോ? അല്ല, കഴിയും, നിശ്ചയമായിട്ടും കഴിയും. അത് തന്നെയാണല്ലോ അവിടെ കോൺഗ്രസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. താങ്കൾ പറയുന്ന പേരിനെ പോലെ വാലെന്നൊക്കെ പറയുന്ന പാലക്കാട് പ്രവർത്തിക്കുമെന്ന് അത് ജാതി പറയുന്നതല്ല. അത് അത്തരം പോക്കറ്റുകൾ വളരെ സ്ട്രോങ് ആണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമായ പോക്കറ്റുകളാണ്. കാരണം എന്താ, BJP-യിലേക്ക് എപ്പോഴും ചാഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ് അവർ. നേരത്തെ അനൂപ് പറഞ്ഞല്ലോ, അവിടെ ഈഴവ സമുദായത്തിന്റെ സ്വാധീനം ഉണ്ടെന്നുള്ളത്. ശോഭാ സമുദായത്തിൽപ്പെട്ട ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ മത്സരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കൂടുപോയി ഇറങ്ങി ശോഭയ്ക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് 1 ലക്ഷം വോട്ടിന്റെ ഒരു വർധന അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോ LDF ഹിന്ദു വോട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് പ്രത്യേകമായിട്ട് പ്രധാനമായിട്ടും വരുന്നത് ഈ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ആ വിഭാഗം അല്ലെങ്കിൽ തന്നെ LDF-ൽ നിന്ന് BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ശോഭ അവിടെ എത്തുന്നത്. അതുകൊണ്ട് NMR റസാഖിനേക്കാളും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായ കമ്മ്യൂണിറ്റിക്ക് മാറാൻ പോകുന്നത് ശോഭയാണ്. ശോഭയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് നൽകുന്ന യഥാർത്ഥത്തിൽ അതാണ്. പക്ഷേ രമേശ് പിഷാരടി ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന N ബ്ലോക്ക് ആയിട്ട് ഷാഫി പറമ്പിലിന്റെ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണെങ്കിലും RD ഫേട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും N ബ്ലോക്ക് ആയിട്ട് ഈ പറയുന്ന 37,000 മുസ്ലിം വോട്ട് വന്നേ പറ്റൂ UDF-ലേക്ക്. അപ്പോൾ അതുകൂടാതെ ഈ പറയുന്ന മുന്നാക്ക സമുദായങ്ങളുടെ വോട്ടും ഒരു ഹിന്ദു വോട്ടും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷനിൽ UDF-നോട് വിജയിച്ചു. അതായത് ഭൂരിപക്ഷ വോട്ടുകൾ ജാതിയുടെ പേരിൽ ഭിന്നിക്കും, ന്യൂനപക്ഷ വോട്ടുകൾ മതത്തിന്റെ പേരിൽ ഒന്നിക്കും. പച്ചയ്ക്ക് വന്നിരുന്നിങ്ങനെ വിളിച്ചു പറയുന്നവന്മാർക്ക് ഒരു ഉളുപ്പുമില്ലേ? ഭൂരിപക്ഷ ജനത ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവന്മാരുടെ കണക്കുകൂട്ടുകൾ തെറ്റുന്ന തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. നോക്കിക്കോ.